കഴിഞ്ഞ 25 വർഷങ്ങൾക്ക് മുൻപ് പാസ്റ്റർ MJ ചാക്കോ അവരുടെ നേതൃത്വത്തിൽ കോട്ടയം ജില്ലയിൽ മണിമല പഞ്ചായത്തിൽ മുക്കട എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ ആരംഭം കുറിച്ച മനോഹരമായിരിക്കുന്ന ഒരു സഭയാണ് മുക്കട ഇൻഡിപെൻഡൻറ്റ് ഗോസ്പൽ ബാപ്റ്റിസ്റ്റ് ചർച്ച്. ചില ദിവസങ്ങൾക്ക് മുമ്പ് മനസ്സിൽ ആഗ്രഹിച്ച ഒരു ശുശ്രൂഷയാണ് നമ്മളിപ്പോൾ പ്രാർത്ഥിച്ച് ആരംഭിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ക്രിസ്തീയ ആരാധനയിലും ക്രിസ്തീയ ജീവിതത്തിലും നമുക്ക് ഒഴിവാക്കുവാൻ കഴിയാത്ത ഒരു കാര്യമാണ് ആത്മീക ഗീതങ്ങൾ എന്ന് പറയുന്നത്. എഫേസ്യലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ, ആത്മാവിൽ നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ആരാധിക്കുവാനായി പിതാവായ ദൈവത്തിന് എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുവാനായിട്ട് അവിടെ പൗലോസ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. അനേക ദൈവദാസന്മാർ, അനേക വിശ്വാസികൾ അവരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഹൃദയത്തിൻ്റെ ഉള്ളറയിൽ നിന്നും ബഹിർമിച്ച അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ആത്മീയ ഗാനങ്ങൾ നാം ഇന്ന് കേൾക്കുവാൻ പോകുകയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയമുള്ള സഹോദരങ്ങളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവം അവർക്ക് കൊടുത്ത കഴിവുകൾ, ദൈവം അവർക്ക് കൊടുത്ത താലന്തുകൾ കർത്താവിന് വേണ്ടി അവരിന്ന് ചെലവഴിക്കുമ്പോൾ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ സമയത്ത് പ്രാർത്ഥിക്കുകയും, പാടുന്നവരും പാട്ട് കേൾക്കുന്നവരും വളരെ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാനായിട്ട് വരുന്ന 1 മണിക്കൂർ സമയം നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കട്ടെ, ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. ആരെങ്കിലും മാനസികമായിരിക്കുന്ന പ്രയാസത്തിലോ ബുദ്ധിമുട്ടിലായിരിക്കുന്നുവെങ്കിൽ അവർക്കൊക്കെ ആശ്വാസം ലഭിക്കുവാൻ കാരണമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പാട്ടുകൾ ആരംഭിക്കട്ടെ. ആദ്യമായി പാടുവാൻ ആഗ്രഹിക്കുന്ന പാട്ട് നന്മയെല്ലാം നൽകിടുന്ന നല്ലൊരു യേശുനാഥൻ എന്ന് ആരംഭിക്കുന്ന മനോഹരമായ ഗാനമാണ്. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു നന്മ മാത്രമേ ചെയ്യുന്നുള്ളൂ. കഴിഞ്ഞ 1.5 വർഷമായി ലോകത്തെ മുഴുവൻ ഗ്രസിച്ച പകർച്ചവ്യാധി, മഹാവ്യാധി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ കൊണ്ടുവന്നു. പക്ഷേ അതിൻ്റെ മധ്യത്തിലും നമ്മുടെ നാഥൻ നന്മ മാത്രമാണ് നമുക്ക് ചെയ്തത്. ഈ പാട്ടിൽ എങ്ങനെയാണ് പാടുന്നത്? എനിക്കെൻ്റെ ദൈവം ചെയ്ത നന്മ എന്ന് പറയുന്നത്, ക്രൂശുമായി പോകുമ്പോൾ എന്നെ അവിടെ തിരഞ്ഞു എൻ്റെ കർത്താവ്. കഷ്ടതകളേറ്റപ്പോൾ അതെൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു. അതാണ് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് പാട്ടുകാരൻ പാടുന്നു, എന്നെ തന്നെ സമ്പൂർണ്ണ യാഗമായി എന്നെ തന്നെ എൻ്റെ കർത്താവിന് മുൻപിൽ സമർപ്പിച്ചു കൊടുക്കുന്നു. നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. ഈ പാട്ട് കേൾക്കുമ്പോൾ, കർത്താവേ, എന്നെ രക്ഷിച്ചതുകൊണ്ട്, എന്നെ സഹായിച്ചതുകൊണ്ട്, എനിക്ക് നന്മ നൽകിയതുകൊണ്ട് എൻ്റെ കർത്താവിനെ ഞാൻ ആരാധിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങൾ ജോബിനും കെവിനും ഒരുമിച്ച് പ്രാരംഭമായി പാടുന്നു, നന്മയെല്ലാം നൽകിടുന്ന നല്ലൊരു യേശുനാഥൻ. നന്മയെല്ലാം നൽകിടുന്ന നല്ലൊരു യേശുനാഥൻ, തൻ വഴിയെ പിൻഗമിച്ച ആനന്ദം നിത്യമാകും. പൊൻവെള്ളിയിൽ ശ്രേഷ്ഠനായ സൂര്യ തേജോമയൻ, വെണ്മ വസ്ത്രധാരിയായ യേശു തമ്പുരാനേ, ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ ഏകനായി ഭൂമിയിൽ. ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ ഏകനായി ഭൂമിയിൽ. നല്ലിടയനായ യേശു എന്നെ തേടി വന്നു. നല്ലിടയനായ യേശു
ക്രൂശുമായി പോകും നേരം എന്നെ തിരഞ്ഞവൻ കഷ്ടതകൾ കേട്ടതെല്ലാം എൻ്റെ രക്ഷയ്ക്കായി എന്നെ തന്നെ യാഗമായി തിരുമുൻപിൽ നൽകിയിടുന്നു. വേറെയൊന്നും നൽകാനില്ല, ഞാനെന്നും നിന്റേതല്ലേ. ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ ഏകനായി ഭൂമിയിൽ. ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ ഏകനായി ഭൂമിയിൽ. നല്ലിടയനായ യേശു എന്നെ തേടി വന്നു. നല്ലിടയനായ യേശു എന്നെ തേടി വന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തുണ്ടായാലും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം സീറോയാണ്. പക്ഷെ നാം ഹീറോ ആകണമെങ്കിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന് കർത്താവ് നമ്മുടെ സമ്പത്തായി തീർന്നെങ്കിൽ മാത്രമേ, അഥവാ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഒരു സമ്പത്തായി നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുവെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥമായി കർത്താവിൽ സന്തോഷിക്കുവാൻ കഴിയുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഇനിയും കേൾക്കാൻ പോകുന്ന പാട്ടുകൾ ജീവിതത്തിൽ എത്ര കേട്ടാലും മതി വരികയില്ല. അത്ര മനോഹരമായിരിക്കുന്ന ഒരു പാട്ടാണ്. മനസ്സ് നീറുന്ന നിമിഷങ്ങളിൽ ആശ്വാസമേകുന്ന ഓരോ വരികളും നമുക്ക് ഈ പാട്ടിലൂടെ ശ്രദ്ധിക്കുവാൻ കഴിയും. എൻ്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ വേറെയില്ലെന്ന് യേശു മാത്രം സമ്പത്താകുന്നു. ലോകത്തിൽ സമ്പത്തുള്ള ഒരുപാട് പേരുണ്ട്, സ്ഥാനമാനങ്ങളുള്ള ഒരുപാട് പേരുണ്ട്, അധികാരങ്ങളുള്ള ഒരുപാട് പേരുണ്ട്, എല്ലാമുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷേ ജീവിതത്തിൽ ക്രിസ്തുവില്ലാത്തത് കൊണ്ട് അവരുടെ ജീവിതം നൈമിഷികമായി സീറോ ആയി പോകുന്നു. എന്നാൽ നമുക്ക് കേൾക്കാം, എൻ്റെ സമ്പത്ത് യേശു മാത്രമാണ്. ആ യേശുവിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് കേൾക്കാം. ജോബിൻ കങ്ങഴ ഈ നാളുകളിൽ ക്രൈസ്തവ ഗാനരംഗത്ത് വളർന്നു വരുന്ന ഒരു യുവ സഹോദരനാണ്. ഈ നാളുകളിൽ കർത്താവ് എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ജോബിൻ കങ്ങഴ നമുക്ക് വേണ്ടി പാടുന്നു. എൻ്റെ സമ്പത്തൊന്നു ചൊല്ലുവാൻ വേറെയില്ലെന്ന് യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. ചാവിനെ വന്നുയർത്തവൻ വാനലോകമതിൽ ചെന്നു. ചാവിനെ വന്നുയർത്തവൻ വാനലോകമതിൽ ചെന്നു. സാധുവെന്നെ ഓർത്തു നിത്യം നാഥനോടു യാചിക്കുന്നു.
സാധുവെന്നെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. നല്ല ദാസൻ എന്നു ചൊല്ലുന്ന തൻ്റെ മുൻപാകെ ലജ്ജിതനായി തീർന്നു പോകാതെ, നല്ല ദാസൻ എന്നു ചൊല്ലുന്ന തൻ്റെ മുൻപാകെ ലജ്ജിതനായി തീർന്നു പോകാതെ, നന്ദിയോടൻ പ്രിയൻ മുൻപിൽ പ്രേമ കണ്ണീർ ചൊരിഞ്ഞിട, നന്ദിയോടൻ പ്രിയൻ മുൻപിൽ പ്രേമ കണ്ണീർ ചൊരിഞ്ഞിട, ഭാഗ്യമേറും മഹോത്സവ വാഴ്ചക്കാലം വരുന്നല്ലോ, ഭാഗ്യമേറും മഹോത്സവ വാഴ്ചക്കാലം വരുന്നല്ലോ. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ക്രൂശിൽ മരിച്ചീശനൻ തീർക്കാൻ വീണ്ടെടുത്തന്നെ സ്വർഗകനാൻ നാട്ടിലാക്കുവാൻ, ക്രൂശിൽ മരിച്ചീശനൻ തീർക്കാൻ വീണ്ടെടുത്തന്നെ സ്വർഗകനാൻ നാട്ടിലാക്കുവാൻ, പാപം നീങ്ങി ശാപം മാറി മൃത്യുവിന്മേൽ ജയമേകി, പാപം നീങ്ങി ശാപം മാറി മൃത്യുവിന്മേൽ ജയമേകി, വേഗം വരാമെന്നുരച്ചിത്താമയം തീർത്താശ നൽകി, വേഗം വരാമെന്നുരച്ചിത്താമയം തീർത്താശ നൽകി, എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ചാവിനെ വന്നുയർത്തവൻ വാനലോകമതിൽ ചെന്നു, ചാവിനെ വന്നുയർത്തവൻ വാനലോകമതിൽ ചെന്നു, സാധുവെന്നെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു, സാധുവെന്നെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. പ്രിയമുള്ള
പ്രിയപ്പെട്ട സഹോദരന് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. 1-ാം നൂറ്റാണ്ട് മുതൽ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു എന്നാണോ കരകയറി പോയത്, അന്നു മുതൽ അനേകർ ചോദിക്കുന്ന ചോദ്യമാണ്, അയ്യോ ദൈവമേ, എന്താണ് അങ്ങയുടെ വരവ് താമസിക്കുന്നത്? അങ്ങ് വരുമെന്ന് പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് അങ്ങയുടെ വരവ് താമസിക്കുന്നത്? ഈ ലോകത്തിലെ കഷ്ടതകൾ ഓർക്കുമ്പോൾ, ഈ ലോകത്തിലെ പ്രയാസങ്ങൾ ഓർക്കുമ്പോൾ, ഈ ലോകത്തിലെ പീഡകൾ ഓർക്കുമ്പോൾ, എൻ്റെ രോഗം ഓർക്കുമ്പോൾ, എൻ്റെ സാമ്പത്തിക ക്ലേശം ഓർക്കുമ്പോൾ, അങ്ങനെ ഈ മരുഭൂമിയിലെ പ്രയാസകരമേറിയ ജീവിതങ്ങൾ ഓർക്കുമ്പോൾ, എൻ്റെ ദൈവമേ, അങ്ങ് എന്തുകൊണ്ട് താമസിക്കുന്നു എന്ന് അനേകർ ചോദിക്കുന്നുണ്ട്. പത്രോസ് എന്താ മറുപടി പറയുന്നത്? എന്തുകൊണ്ട് താമസിക്കുന്നു എൻ്റെ കർത്താവ്? ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ നമ്മുടെ കർത്താവ് ഒരിക്കലും താമസിക്കുന്നില്ല. പക്ഷേ ആരും നശിച്ചു പോകാതെ മാനസാന്തരപ്പെടുവാൻ ദീർഘക്ഷമ കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ ദേശത്ത്, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ ആരെങ്കിലും കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാനായിട്ടുണ്ട് എന്ന് കർത്താവിന് അറിയാവുന്നത് കൊണ്ട് കർത്താവ് അല്പം കൂടെ ദീർഘക്ഷമ കാണിച്ച് തൻ്റെ വരവിന് താമസം. അടുത്തതായി മനോഹരമായൊരു ഗാനം സഹോദരൻ കെവിൻ ആലപിക്കുന്നു. താമസമാമോ നാഥ വരവിനായി താമസമാമോ. പ്രിയമുള്ള കെവിൻ ചെറുപ്രായം മുതൽ സൺഡേ സ്കൂളിലും യൂത്ത് വിങ്ങിലും പ്രവർത്തിച്ച് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവം കൊടുത്ത് ഗാനം ആലപിക്കുന്ന ഒരു സഹോദരനാണ്. പ്രിയമുള്ള സഹോദരനെ സന്തോഷത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്ക് ഈ ഗാനം പ്രാർത്ഥനയോടെ കേൾക്കാം. താമസമാമോ നാഥ വരാനായി താമസമാമോ. താമസമാമോ നാഥ വരാനായി ഈ ഭൂവാസമോർത്താലയ്യോ പ്രയാസം. ഭൂവാസമോർത്താലയ്യോ പ്രയാസം. താമസമാമോ താമസമാമോ നാഥ വരാനായി താമസമാമോ. വേഗം വരാം ഞാൻ വീടങ്ങൊരുക്കി. വേഗം വരാം ഞാൻ. വേഗം വരാം ഞാൻ വീടങ്ങൊരുക്കി. ഓ എന്നു നീ അരുളി ചെയ്ത പോൽ വരുവാൻ. എന്നു നീ അരുളി ചെയ്ത പോൽ വരുവാൻ. താമസമാമോ താമസമാമോ നാഥ വരാനായി ഈ ഭൂവാസമോർത്താലയ്യോ പ്രയാസം. താമസമാമോ പീഠകളാലെ വലയും നിൻ മക്കൾ. പീഠകളാലെ പീഠകളാലെ വലയും നിൻ മക്കൾ. ഓ വീടൊന്നു കണ്ടു വിശ്രാമം വരുവാൻ. വീടൊന്നു കണ്ടു
താമസമാമോ നാഥ വരാനായി താമസമാമോ താമസമാമോ നാഥ വരാനായി ഈ ഭൂവാസമോർത്താലയ്യോ പ്രയാസം ഭൂവാസമോർത്താലയ്യോ പ്രയാസം താമസമാമോ താമസമാമോ നാഥ വരാനായി താമസമാമോ പാടുകളേറ്റ പാണികളാലേ പാടുകളേറ്റ പാടുകളേറ്റ പാണികളാലേ ഓ ഭക്തരിൻ കണ്ണീരൻപാൽ തുടയ്ക്കാൻ ഭക്തരിൻ കണ്ണീർ അൻപാൽ തുടയ്ക്കാൻ താമസമാമോ താമസമാമോ നാഥ വരാനായി താമസമാമോ താമസമാമോ നാഥ വരാനായി ഈ ഭൂവാസമോർത്താലയ്യോ പ്രയാസം ഭൂവാസമോർത്താലയ്യോ പ്രയാസം താമസമാമോ താമസമാമോ നാഥ വരാനായി താമസമാമോ പ്രിയമുള്ള സഹോദരനെ പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ലോകത്തിൻ്റെ മെടുത്തിട്ടിൽ സുഖമനുഭവിച്ച് മുൻപേ ഞാനും നിങ്ങളും മരിച്ചു പോയിരുന്നുവെങ്കിൽ നമ്മുടെ അന്ത്യം എവിടെയായിരുന്നു? ലോകത്തിൻ്റെ മോഹത്തിൽ മുൻപോട്ട് പോയി ഒരു പാപിയായി ജീവിച്ച് നമ്മുടെ ജീവിതം നാം നശിപ്പിച്ചിരുന്നുവെങ്കിൽ നരകമായിരുന്നു നമ്മുടെ അന്ത്യം. നാം അങ്ങനെ ജീവിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ പാതയ്ക്ക് ദീപമില്ല, സ്വർഗീയ സന്തോഷം ഉണ്ടാകുകയില്ല, നിത്യസന്തോഷം ഉണ്ടാകുകയില്ല. എന്നാൽ പ്രിയമുള്ളവരെ, എന്നെയും നിങ്ങളെയും പേർ ചൊല്ലി വിളിച്ചതുകൊണ്ട് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ നമുക്ക് കാണുവാനും സ്വീകരിക്കുവാനും ഒരു സ്വർഗീയ തീരത്തേക്ക് എത്തപ്പെടുവാനും ദൈവം നമ്മെ സഹായിച്ചു. പ്രിയമുള്ള സഹോദരൻ ജോബിൻ കങ്ങര അടുത്തതായി പാടുന്നു: അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേൻ വൻ നരകമതിൽ. നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടി ഈ ഗാനം ശ്രമിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നരകമതിൽ. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നരകമതിൽ. തന്നു നിൻ കൃപാദാനം ഇന്നും ജീവിച്ചിടുക. തന്നു നിൻ കൃപാദാനം ഇന്നും ജീവിച്ചിടുക. നിന്നാത്മശക്തിയാലെ നിത്യം നടത്തേണമേ. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ടു വിരഞ്ഞോടിന സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു. കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവങ്ങൾക്കും ഞങ്ങളോട് കൂടി ചേർന്ന് പാടി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ.
ഞാൻ ചെന്നേ വന്നരകമതിൽ. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നരകമതിൽ. തന്നു നിൻ കൃപാദാനമിന്നും ജീവിച്ചിടുവാൻ. തന്നു നിൻ കൃപാദാനം ഇന്നും ജീവിച്ചിടുവാൻ. നിന്നാത്മശക്തിയാലെ നിത്യം നടത്തേണമേ. നിന്നാത്മശക്തിയാലെ നിത്യം നടത്തേണമേ. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ടു വിരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ടു വിരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു. മാറ്റം വരാതെ എന്നെ കാക്കേണം പൊന്നുനാഥ. മാറ്റം വരാതെ എന്നെ കാക്കേണം പൊന്നുനാഥ. ഈ ലോകം വിട്ടു നിന്റെ മേലോകം ചേരുവോളം. ഈ ലോകം വിട്ടു നിന്റെ മേലോകം ചേരുവോളം. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ടു വിരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ടു വിരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു. എന്നു മേഘത്തിൽ വരുമോ മധ്യാകാശത്തിൽ തൻ്റെ കാന്തയെ ചേർക്കുവാൻ. എന്നു മേഘത്തിൽ വരുമോ മധ്യാകാശത്തിൽ തൻ്റെ കാന്തയെ ചേർക്കുവാൻ. എന്നു വിളിച്ചിടുമ്പോൾ അങ്ങു വസിച്ചിടും ഞാൻ. വന്നു വിളിച്ചിടുമ്പോൾ അങ്ങു വസിച്ചിടും ഞാൻ. ഇങ്ങുള്ള കഷ്ടം മറന്നങ്ങു ഞാൻ ഗാനം പാടും. ഇങ്ങുള്ള കഷ്ടം മറന്നങ്ങു ഞാൻ ഗാനം പാടും. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ടു വിരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ടു വിരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു. വീക്ഷിക്കുന്ന എല്ലാവർക്കും പ്രത്യേകമായ നന്ദി ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ കടന്നു വരുമ്പോൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ ആരും എന്നെ സഹായിക്കാനില്ലല്ലോ എന്നോർത്ത് ചഞ്ചലപ്പെടുന്ന ഒരുപാട് സമയങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ട്. പ്രത്യേകിച്ച് ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ നമ്മുടെ സഹോദരങ്ങൾ, മാതാപിതാക്കൾ, കൊച്ചു കുഞ്ഞുങ്ങൾ എത്ര പേരാണ് ബുദ്ധിമുട്ട് അനുഭവിച്ചത്. എൻ്റെ ഇടത്തും വലത്തും ഇരിക്കുന്ന 2 സഹോദരന്മാർ ഈ മഹാവ്യാധി പിടിച്ച് വളരെ പ്രയാസപ്പെട്ടവരാണ്. ഞങ്ങളുടെ സഹോദരൻ ദീർഘവർഷങ്ങളായി കർത്താവ് കൊടുത്ത കഴിവ്
അനേക സ്റ്റേജുകളിൽ അദ്ദേഹം അത് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ഒരു വലിയ അനുഗ്രഹമാണ് പ്രിയമുള്ള സഹോദരൻ ജേക്കബ് ജോൺ. അദ്ദേഹം നീണ്ട ദിവസങ്ങൾ പാമ്പാടി ഹോസ്പിറ്റലിൽ അദ്ദേഹം രോഗിയായിട്ട് കിടന്നു. ഈ പ്രിയമുള്ള സഹോദരന്മാരുടെ സാക്ഷ്യം കേട്ടപ്പോൾ മരണത്തെ മുഖാമുഖം കണ്ട സമയം, മാനുഷികമായിട്ടോ മറ്റൊന്നും ആരും താങ്ങുവാനില്ലാത്തൊരു സമയം, എന്നാൽ എൻ്റെ ദൈവം എന്നെ താങ്ങിയെന്ന് അവരുടെ സാക്ഷ്യത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. 41-ാം സങ്കീർത്തനം 3-ാം വാക്യം വായിക്കുമ്പോൾ യഹോവ അവനെ രോഗശയിൽ താങ്ങും. അതോടൊപ്പം തന്നെ യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, സഹോദരൻ കെവിൻ ചാമക്കാല അടുത്തതായി നമുക്ക് വേണ്ടി പാടാൻ പോകുന്നത് താങ്ങും കരങ്ങൾ നിന്റെ ഹൃദയം തകരുമ്പോൾ. ശാശ്വതമായ പാറയായ യേശു എനിക്ക് നിങ്ങൾക്ക് പുതുജീവൻ നൽകിടും. ഭാരം വലുതാകുമ്പോൾ, സ്നേഹിതർ നമ്മെ ദുഷിക്കുമ്പോൾ, കണ്ണുനീരിൻ്റെ താഴ്വിൽ കൂടെ കടന്നു പോകുമ്പോൾ, മരണത്തിൻ്റെ കൂരിലൂടെ കടന്നു പോകുമ്പോൾ, താങ്ങുവാൻ ആരുമില്ല എന്ന് വിചാരിക്കുമ്പോഴും ദൈവം നമ്മെ താങ്ങുന്നു. ആ താങ്ങുന്ന കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. ഈ കാണുന്ന ഒരുപാട് പ്രിയമുള്ളവർ ജീവിതത്തിൽ ഭാരം അനുഭവിക്കുന്നുണ്ട്. ആരും സഹായിക്കാനില്ല എന്നോർത്ത് വിഷമിക്കേണ്ട. ദൈവം താങ്ങുവാൻ കൂടെയുണ്ട്. പ്രാർത്ഥനയോടെ കേൾക്കാം. താങ്ങും കരങ്ങൾ നിന്റെ ഹൃദയം തകരുമ്പോൾ. കരങ്ങളുണ്ട് നിന്റെ ഹൃദയം തകരുമ്പോൾ. ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ഭാരം വലിയതോ മുഖം താങ്ങുവാൻ കഠിനമോ. ഭാരം വലിയതോ മുഖം താങ്ങുവാൻ കഠിനമോ. സ്നേഹിതർ ദുഷിക്കുന്നോ താങ്ങും കരങ്ങളുണ്ട് നിന്റെ ഹൃദയം തകരുമ്പോൾ. ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. കണ്ണുനീരിൻ താഴ്വരകൾ അതിഘോരമാം മേടുകളും. കണ്ണുനീരിൻ താഴ്വരകൾ
അതിഘോരമാം മേടുകളും മരണത്തിൻ കൂരിരുളിൽ താങ്ങും കരങ്ങളുണ്ട്. നിന്റെ ഹൃദയം തകരുമ്പോൾ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. കാൽവരി മലമുകളിൽ കൊടും കാരിരും വാണികളിൽ, കാൽവരി മലമുകളിൽ കൊടും കാരിരും വാണികളിൽ തിരുരക്തം ചൊരിഞ്ഞവനിൽ താങ്ങും കരങ്ങളുണ്ട്. നിന്റെ ഹൃദയം തകരുമ്പോൾ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. താങ്ങും കരങ്ങളുണ്ട്. നിന്റെ ഹൃദയം തകരുമ്പോൾ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്ത പാട്ടിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ ലോകം മലിനമായ ലോകമാണ്. പാപത്താൽ വികൃതി ആയ ഒരു ലോകമാണ്. ഇവിടെ ജീവിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. പക്ഷേ ജീവിച്ചേ പറ്റുകയുള്ളൂ. കറയും മാലിന്യങ്ങളും ഒന്നും പിടിക്കാതെ വളരെ വിശുദ്ധിയുള്ളൊരു ജീവിതം നാം മുൻപോട്ട് നയിക്കണം. എന്നാലും വിശ്വാസിയുടെ പ്രാർത്ഥന, ദൈവമേ, ഈ മലിനമാക്കപ്പെട്ട ലോകത്ത് നിന്ന് വേഗം എൻ്റെ കർത്താവിൻ്റെ അടുക്കലെത്തിയാൽ എനിക്ക് മതി എന്നുള്ളൊരു പ്രാർത്ഥനയാണ് വിശ്വാസികൾക്കുള്ളത്. വളരെ അർത്ഥവത്തായ ഒരു ഗാനം, എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി. ഇവിടെ ഞാൻ വെറും ഒരു പരദേശിയാണ്. എൻ്റെ പാർപ്പിടം വഴിയമ്പലമാണ്. ഞാൻ പരദേശിയായി പാർക്കുന്ന ഈ ലോകം ശാശ്വതമല്ല. അയ്യോ, എൻ്റെ കഷ്ടതകളും പ്രയാസങ്ങളും ഇവിടെ ജീവിതത്തിൽ നിന്ന് എനിക്ക് എൻ്റെ യേശുവിനെ എന്ന് കാണുവാൻ കഴിയും? ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് പാട്ടുകാരൻ ഉത്തരങ്ങളും പറയുന്നുണ്ട്. നമുക്ക് കേൾക്കാം. പ്രിയമുള്ള സഹോദരൻ ജോബിൻ കങ്ങഴ മനോഹരമായ ഗാനം നമുക്ക് വേണ്ടി ആലപിക്കുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടി, വളരെ സമർപ്പണത്തോടു കൂടി നമുക്ക് ശ്രദ്ധിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇവിടെ ഞാൻ വെറുമൊരു പരദേശി പോ, ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലം. ഇവിടെ ഞാൻ വെറുമൊരു പരദേശി പോ, ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലം. ഇവിടെ എനിക്കാരും തുണയില്ലെങ്കിലും, ഇവിടെ എനിക്കാരും തുണയില്ലെങ്കിലും ഇണയാകുമേശുവോടു ചേർന്നാൽ മതി, ഇണയാകുമേശുവോടു ചേർന്നാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി.
ഒരിക്കൽ പാപാന്തകാര കുഴിയതിൽ ഞാൻ മരിച്ചവനായി കിടന്നോരിടത്തു നിന്നും ഒരിക്കൽ പാപാന്തകാര കുഴിയതിൽ ഞാൻ മരിച്ചവനായി കിടന്നോരിടത്തു നിന്നും ഉയർത്തിയെന്നോളം എന്നെ നിർത്തിയവൻ ഉയർത്തിയെന്നോളം എന്നെ നിർത്തിയവൻ ഉറപ്പുള്ള പാറയാകും ക്രിസ്തേശുവേ ഉറപ്പുള്ള പാറയാകും ക്രിസ്തേശുവേ എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി നിറഞ്ഞ പ്രത്യാശയാൽ ഞാൻ ദിനമൊക്കെയും പറഞ്ഞവ കോർത്തു മാത്രം പാർത്തിടുന്നു നിറഞ്ഞ പ്രത്യാശയാൽ ഞാൻ ദിനമൊക്കെയും പറഞ്ഞവ കോർത്തു മാത്രം പാർത്തിടുന്നു നിറുത്തേണമേ വിശുദ്ധ ആത്മാവിനാ നിറുത്തേണമേ വിശുദ്ധ ആത്മാവിനാ പറന്നേറി വാനിലെത്തി വസിച്ചാൽ മതി പറന്നേറി വാനിലെത്തി വസിച്ചാൽ മതി എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി പരൻ ശില്പിയായി പണിത നഗരമതിൽ പരൻ ശില്പിയായി പണിത നഗരമതിൽ പരനോടു കൂടെ വാഴാൻ പോയാൽ മതി പരനോടു കൂടെ വാഴാൻ പോയാൽ മതി എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. താങ്ക്സ് ജോബിൻ. വളരെ മനോഹരമായ ഗാനം കേൾക്കുവാൻ കഴിഞ്ഞു. നമ്മുടെ മാനുഷിക ജീവിതത്തിൽ നീറുന്ന ഒരുപാട് പ്രശ്നങ്ങൾ കടന്നു വരും. നാം പ്രതീക്ഷിച്ചതും പ്രതീക്ഷിക്കാത്തതുമായ പ്രശ്നങ്ങൾ കടന്നു വരും. ആരോഗ്യമുള്ള ശരീരം, അപ്രതീക്ഷിതമായ രോഗങ്ങൾ കടന്നു വരും. പകച്ചു പോകുന്ന സമയങ്ങൾ ഒരുപാട് നമ്മുടെ ജീവിതത്തിലുണ്ടായി. ഞങ്ങളെ വീക്ഷിക്കുന്ന നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇപ്പോഴും പല വിഷയങ്ങൾ നിങ്ങൾ നീറിക്കുന്നില്ലേ? നീറി മുൻപോട്ട് പോകുന്നില്ലേ? പലപ്പോഴും ലോകം നമുക്ക് എതിരാകുന്ന സന്ദർഭങ്ങൾ നമുക്ക് കടന്നു വരാറുണ്ട്. അയ്യോ, നീറുമ്പോൾ എന്നെ സാന്ത്വനപ്പെടുത്തുവാൻ ആരുമില്ലല്ലോ എന്ന് വിചാരിക്കുന്ന ഒരുപാട് അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. മുൻപോട്ട് പോകുവാൻ വഴിയില്ലാതെ വഴി മുട്ടി നിൽക്കുന്ന സമയങ്ങൾ പലപ്പോഴും കടന്നു വരും. ഞാൻ മുമ്പ് ഓർപ്പിച്ചു, രോഗമോ ദുഃഖമോ സാമ്പത്തികമായി നിൽക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അടുത്ത പാട്ട്, നീറുന്ന ഹൃദയത്തിൽ ആശ്വാസകൻ, കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. ഈ പാട്ടിൻ്റെ എഴുത്തുകാരൻ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എൻ്റെ പിതാവിനെ പോലെ കണ്ട് 4.5 വർഷക്കാലം ഒരുമിച്ച് ഡയാലിസിസിന് വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ, ദീർഘവർഷങ്ങൾ കർത്താവിന് വേണ്ടി അടരാടിയ ഇൻഡിപെൻഡൻറ്റ് ഗോസ്പൽ ബാപ്റ്റിസ്റ്റ് ചർച്ചസിൻ്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച റവൻ TS ജോസഫ് അവറുകളാണ് ഈ ഗാനം രചിച്ചത്. അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലൂടെ കോരിയിട്ട ചില വരികളാണ് ഈ പാട്ടിലുള്ളത്. നീറുന്ന ഹൃദയത്തിൽ ആശ്വാസകൻ. ഇത് പാടുന്നത് സഹോദരൻ കെവിൻ ചമക്കാലയാണ്. ഹെവലി സിംഗേഴ്സിൽ ഒരു നിറസാന്നിധ്യമാണ് കെവിൻ. ചെറുപ്രായം മുതൽ കർത്താവ് അങ്ങനെ ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്.
പ്രിയമുള്ള സഹോദരൻ, നമുക്ക് വേണ്ടി പാടുന്ന നീറുന്ന ഹൃദയത്തിൽ ആശ്വാസം. ഹൃദയത്തിനാശ്വാസകൻ പുകയുന്നൊരാത്മാവിലാശയും നീ. വേദന തിങ്ങുമീ ലോകമിതിൽ പ്രത്യാശയിന്നൽ ജീവധാര. പ്രത്യാശയിന്നൽ ജീവധാര. നീറുന്ന ഹൃദയത്തിനാശ്വാസകൻ പുകയുന്നൊരാത്മാവിലാശയും നീ. വേദന തിങ്ങുമീ ലോകമിതിൽ പ്രത്യാശയിന്നൽ ജീവധാര. പ്രത്യാശയിന്നൽ ജീവധാര. ലോകമെനിക്ക് എതിരായുയർന്നാൽ സാന്ത്വനമേകുപോയില്ലെങ്കിലും. ലോകമെനിക്ക് എതിരായുയർന്നാൽ സാന്ത്വനമേകുപോയില്ലെങ്കിലും. വഴിമുട്ടി നിൽക്കുന്ന ജീവിത പാതയിൽ വാതിലുകൾ അവൻ തുറക്കുമല്ലോ. വഴിമുട്ടി നിൽക്കുന്ന ജീവിത പാതയിൽ വാതിലുകൾ അവൻ തുറക്കുമല്ലോ. നീറുന്ന ഹൃദയത്തിനാശ്വാസകൻ പുകയുന്നൊരാത്മാവിലാശയും നീ. വേദന തിങ്ങുമീ ലോകമിതിൽ പ്രത്യാശയിന്നൽ ജീവധാര. പ്രത്യാശയിന്നൽ ജീവധാര. എൻ പ്രാണനായക എന്നെയും നിൻ കൂടെ ചേർത്തിടുവാൻ. എന്നു നീ വന്നിടും
എൻ പ്രാണനായക എന്നെയും നിൻ കൂടെ ചേർത്തിടുവാ. നിൻ കൂടെ വാഴുന്ന നാളുകളോർക്കുമ്പോൾ മണ്ണിലേക്കിന്നത് ഏതുമില്ല. നിൻ കൂടെ വാഴുന്ന നാളുകളോർക്കുമ്പോൾ മണ്ണിലേക്കിന്നത് ഏതുമില്ല. മനോവസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് കരഞ്ഞ് നിലവിളിച്ച് അനുഗ്രഹം വാങ്ങിയെടുത്ത ഒരു ധീരവനിതയായിരുന്നു ഹന്ന എന്ന് പറയുന്ന ദൈവദാസി. വളരെയധികം കരഞ്ഞു. ആ പ്രിയമുള്ള ദൈവദാസിയെ ദൈവം അനുഗ്രഹിച്ചു. ഹാഗാർ എന്ന് പറയുന്ന പ്രിയമുള്ളവൾ മകൻ്റെ മരണം കാണേണ്ട എന്ന് പറഞ്ഞ് ഒരമ്പിമ്പാട് ദൂരെ ഇരുന്ന് ഉറക്കെ കരഞ്ഞു, ഉറക്കെ നിലവിളിച്ചു. ദൈവം അവളുടെയും ബാലൻ്റെയും പ്രാർത്ഥന കേട്ടു. കണ്ണു തുറന്നപ്പോൾ ഒരു നീറുറവ ദൈവം കാണിച്ചു കൊടുത്തു. അടുത്തതായി നാം കേൾക്കുവാൻ പോകുന്ന പാട്ട് അടുത്ത കാലത്ത് വളരെയധികം ഫേമസ് ആയ സാജഡ് ജോൺ എന്ന് പറയുന്ന ദൈവദാസൻ രചിക്കപ്പെട്ട് പാടിയ കണ്ണീര് വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേറിടുന്ന യേശു നമുക്കുണ്ട്. ആരെല്ലാം മാറ്റി നിർത്തിയാലും ചേർത്ത് നിർത്തുന്നൊരു യേശുവുണ്ട്. ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിച്ചുകൊണ്ട് ഈ ഗാനം ശ്രവിക്കാം. സഹോദരൻ ജോബിൻ കങ്ങഴ നമുക്ക് വേണ്ടി പാടുന്നു, കണ്ണീര് വീണാലും ഒപ്പിയെടുത്ത്. വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുണ്ട്. നിന്നെ അകറ്റി നീറുത്തിയാലും ആരെല്ലാം നിന്നെ അകറ്റി നീറുത്തിയാലും നെഞ്ചോടു ചേർക്കുന്നോരേശുണ്ട്. നിന്നെ നെഞ്ചോടു ചേർക്കുന്നോരേശുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുണ്ട്. സ്വന്തമായി ഒന്നുമേ നിനക്കില്ലാതെ പോകിലും സ്വന്തമായി ഒന്നുമേ നിനക്കില്ലാതെ പോകിലും സ്വന്തമായുള്ളവനോ എല്ലാറ്റിനുമുടയവൻ. സ്വന്തമായുള്ളവനോ എല്ലാറ്റിനുമുടയവൻ. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത്
തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുണ്ട്. പഴിയും നിന്ദയും പരിഹാസവും ഏറുമ്പോൾ, പഴിയും നിന്ദയും പരിഹാസവും ഏറുമ്പോൾ മാനിച്ചുയർത്തുന്നോരേശുണ്ട്. നിന്നെ മാനിച്ചുയർത്തുന്നോരേശുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുണ്ട്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. കേൾക്കപ്പെട്ട വളരെ അനുഗ്രഹിക്കപ്പെട്ട പാട്ടിനായി സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരൻ നന്ദി അറിയിക്കുന്നു. ഒന്നിനു പിന്നാലെ ഒന്നായി ഓരോ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിത വഴിത്താരയിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം എന്നെ ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടുകയാണോ എന്ന് പലപ്പോഴും ഞാനും നിങ്ങളും ചോദിക്കും. നമ്മുടെ ദൈവം ഒരിക്കലും ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടുകയില്ല. നാം കേട്ടതുപോലെ നമ്മെ ഒന്ന് ചിട്ടപ്പെടുത്തിയെടുക്കുവാൻ, രൂപപ്പെടുത്തിയെടുക്കുവാൻ, നമ്മെ ഒന്ന് വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനായിട്ട് വരുന്ന സംഭവങ്ങളാണ് എന്നതിൽ യാതൊരു സംശയമില്ല. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ അത് വാങ്ങി ഹല്ലേലൂയ പാടും ഞാനെന്ന് 100 വർഷങ്ങൾക്ക് മുമ്പ് പ്രിയമുള്ള ദൈവദാസൻ സാധു കൊച്ചുകുഞ്ഞുപദേശി അവറുകൾ എഴുതുകയുണ്ടായി. ആ ദൈവദാസൻ്റെ ജീവിത അനുഭവത്തിൻ്റെ വരികളാണ് അദ്ദേഹം അവിടെ രചിക്കപ്പെട്ടത്. കേട്ടാലും കേട്ടാലും മതി വരാത്ത തലമുറകൾ കൈമാറി പാടി വിശ്വാസത്തിൽ മുന്നോട്ട് നമുക്ക് പോകുവാൻ കഴിയുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പാട്ടാണ്. ദൈവദാസൻ്റെ ജീവിതത്തിൽ ധാരാളം തിക്താനുഭവങ്ങൾ കടന്നു വന്നു. അപ്പോഴെല്ലാം അദ്ദേഹം ആശ്വസിച്ചത് ഇതുപോലെയുള്ള മനോഹരങ്ങളാകുന്ന പാട്ടുകൾ പാടിയാണ്. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ പ്രശ്നങ്ങളും, ഓരോ ദുഃഖങ്ങളും, ഓരോ ദുഃഖത്തിൻ്റെ പാനപാത്രങ്ങൾ അത് കർത്താവ് കരത്തിലേക്ക് തരുമ്പോൾ സഹിക്കുന്നതിനപ്പുറമായി നമുക്കൊന്നും തരില്ല എന്നുള്ള വിശ്വാസത്തോടെ, സന്തോഷത്തോടെ അത് ഏറ്റുവാങ്ങി ഹല്ലേലൂയ പാടി നല്ല ഒരു ക്രൈസ്തവ ജീവിതം, വിശ്വാസത്തിൻ്റെ ജീവിതം മുൻപോട്ട് നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സഹോദരൻ കെവിൻ നമുക്ക് വേണ്ടി പാടുന്നു ദുഃഖത്തിൻ്റെ പാനപാത്രം. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവെൻ്റെ കയ്യിൽ തന്ന ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവെൻ്റെ കയ്യിൽ തന്ന സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ.
ദോഷമായിട്ടൊന്നും എന്നോ എൻ്റെ താതൻ ചെയ്യുകയില്ല. ദോഷമായിട്ടെന്നോടൊന്നും എൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു. എന്നെ അവനടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു. കഷ്ടനഷ്ടമേറി വന്ന ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടനഷ്ടമേറി വന്ന ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടമോർക്കുന്നില്ല. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടമോർക്കുന്നില്ല. എപ്പോൾ എൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. എപ്പോൾ എൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്ന. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്ന. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. പ്രിയമുള്ള വിശ്വാസികളെ, കണ്ണുനീർ പൊഴിക്കാതെ മനസ്സ് വിങ്ങാതെ നമുക്ക് ഈ പാട്ട് എങ്ങനെ കേൾക്കുവാൻ കഴിയും, എങ്ങനെ പാടുവാൻ കഴിയും? നമ്മുടെ ജീവിതാനുഭവങ്ങളല്ലേ നമ്മുടെ മുൻപിൽ പാടി കേൾപ്പിച്ചത്. സഹോദരൻ കെവിന് പ്രത്യേകമായി നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഈ പാട്ട് വായിച്ചത് നമുക്ക് എല്ലാവർക്കും പരിചിതനായിരിക്കുന്ന പ്രിയമുള്ള ശ്രീ ജേക്കബ് ജോൺ കങ്ങഴയാണ്. അദ്ദേഹം
ബഹുമുഖ കഴിവുകളുള്ളൊരു ദൈവദാസനാണ്. പല മേഖലയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിന് പ്രത്യേകമായി നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ജോബിൻ കങ്ങഴ പ്രിയപ്പെട്ട സഹോദരൻ ഈ നാളുകളായി കേരളത്തിൻ്റെ പല ഭാഗത്തും കടന്നുപോയി പാട്ടുകൾ മനോഹരമായി പാടുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ 2 വർഷമായിട്ട് അദ്ദേഹത്തിന് ഈ ലോക്ക്ഡൗൺ കാരണം ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിൽ വഴിയാണ് പാടുവാൻ കഴിയുന്നത്. പ്രിയപ്പെട്ട സഹോദരനെ പ്രോത്സാഹിപ്പിക്കുക, പ്രാർത്ഥന ഓർക്കുക. ഇങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ ബന്ധപ്പെടണം. അതോടൊപ്പം തന്നെ കെവിൻ ചാമക്കാല, അദ്ദേഹവും വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവിനെ വേല ചെയ്യുന്ന ഒരു സഹോദരനാണ്. ദൈവം കൊടുത്ത എല്ലാ കഴിവുകളെയും ഓർക്കുന്നു. 3 സഹോദരന്മാർക്കും പ്രത്യേകമായി നന്ദി കടപ്പാട് ഈ സമയത്ത് അറിയിക്കുന്നു. ജീവിതം നൈമിഷികമാണ്. നമ്മുടെ ജീവിതം പരദേശ മോക്ഷയാത്രയാണ്. ഈ പരദേശ മോക്ഷയാത്ര അവസാനിപ്പിച്ച് കഷ്ടതയില്ലാത്ത, കരച്ചിലില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത, രോഗമില്ലാത്ത, അല്ലലും അലച്ചിലുമില്ലാത്ത ഒരു രാജ്യത്തിന് വേണ്ടി നാം എല്ലാവരും കാത്തിരിക്കുക. അവിടെ അനവധി ജാതികളുണ്ട്, ഭാഷകളുണ്ട്, വംശങ്ങളുണ്ട്. ഇവരെല്ലാവരും കൂടെ പാടി ഉല്ലസിക്കുന്ന മനോഹരമായിരിക്കുന്ന ഒരു സ്ഥലമാണ് അങ്ങ് അക്കരെ നാട്ടിൽ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മെ ചേർക്കുവാനായി കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു മടങ്ങി വരുവാൻ താമസം അധികമേ ഇല്ലല്ലോ. രാഷ്ട്രീയ സംഭവങ്ങളും പ്രകൃതി സംഭവങ്ങളും എന്ന് വേണ്ട എല്ലാ സംഭവങ്ങളും കോർത്തിട്ട് പണിക്കുമ്പോൾ കർത്താവിൻ്റെ വരവ് ഏറ്റവും അധികം സമാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നിലയിൽ കർത്താവിൻ്റെ വരവിനെ നോക്കി പാർക്കുന്ന എല്ലാ വിശ്വാസികളെയും ഓർത്ത് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുകയാണ്. SSRനായിരിക്കുന്ന ഇൻഡിപെൻഡൻറ്റ് ഗോസ്പൽ ബാപ്റ്റിസ്റ്റ് ചർച്ചസ് ആൻഡ് ദി അസോസിയേറ്റഡ് മിഷൻസിൻ്റെ സ്ഥാപകനായിരിക്കുന്ന റവൻ TS സക്കായി അവരുകൾ രചിച്ച, കേരളക്കരയിൽ മാത്രമല്ല ലോകം മുഴുവൻ അങ്ങോളങ്ങളും പാടി ആനന്ദിച്ച് കർത്താവിൻ്റെ വരവിനെ പ്രകീർത്തിക്കുന്ന മഹിമയിൻ അധിപതി വരിമുഖത്തിൽ എന്നാരംഭിക്കുന്ന മനോഹരമായിരിക്കുന്ന ഗാനം പ്രിയ സഹോദരന്മാർ പാടുമ്പോൾ നാമെല്ലാവരും ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കുകയാണ്. അവസാനത്തെ പാട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടിയിരിക്കുന്ന അവസ്ഥയിരുന്നു കൊണ്ട് ഹൃദയംഗമായി പാടി ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അർത്ഥവത്തായ പാട്ടുകളാണ്, മനോഹരമായിരിക്കുന്ന വരികളാണ്. ഓരോ വരികളും ഓരോ ചരണങ്ങളും നമുക്ക് ഹൃദയംഗമായി ഓർത്ത് ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. മഹിമയിൻ അധിപതി വരിമുഖത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഗാനം നമുക്ക് ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. മഹിമയിൻ അധിപതി വരുമിഹത്തിൽ വിശുദ്ധരെ ചേർത്തിടും മണിയറയിൽ. മഹിമയിൻ അധിപതി വരുമിഹത്തിൽ വിശുദ്ധരെ ചേർത്തിടും മണിയറയിൽ. അവരിഹത്തിലങ്ങേറ്റതം പീഡകളഖിലവും ആദിനം തീർന്നിടുമേ. അവരിഹത്തിലങ്ങേറ്റതം പീഡകളഖിലവും ആദിനം തീർന്നിടുമേ. സ്വർഗപ്രതിഫലമനുഭവിച്ചന്തമില്ലായുഗമാനന്ദമായി വാഴും. സ്വർഗപ്രതിഫലമനുഭവിച്ചന്തമില്ലായുഗമാനന്ദമായി വാഴും. മഹിമയിൻ അധിപതി വരുമിഹത്തിൽ വിശുദ്ധരെ ചേർത്തിടും മണിയറയിൽ. മഹിമയിൻ അധിപതി വരുമിഹത്തിൽ വിശുദ്ധരെ ചേർത്തിടും മണിയറയിൽ. കഷ്ടതയില്ലവിടെ, കരച്ചിലിൻ ശബ്ദങ്ങൾ കേൾക്കുകില്ല. കഷ്ടതയില്ലവിടെ, കരച്ചിലിൻ ശബ്ദങ്ങൾ കേൾക്കുകില്ല. അനവധി ജാതികൾ, ഭാഷകൾ, വംശങ്ങൾ അറിയാം ജനത്തിൽ നിന്നും. അനവധി ജാതികൾ, ഭാഷകൾ, വംശങ്ങൾ അറിയാം ജനത്തിൽ നിന്നും. കുഞ്ഞാട്ടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനമവിടുല്ലസിക്കും. കുഞ്ഞാട്ടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനമവിടുല്ലസിക്കും. മഹിമയിൻ അധിപതി വരുമിഹത്തിൽ വിശുദ്ധരെ ചേർത്തിടും മണിയറയിൽ. മഹിമയിൻ അധിപതി വരുമിഹത്തിൽ വിശുദ്ധരെ ചേർത്തിടും മണിയറയിൽ.
സ്വർണ്ണമാം വീണകളിൽ പാടിയിടും വീണ്ടെടുപ്പിൻ ഗാനം. സ്വർണ്ണമാം വീണകളിൽ പാടിയിടും വീണ്ടെടുപ്പിൻ ഗാനം. ആഗാനം സ്വർഗീയ രാഗങ്ങളാകയ വീണ്ടെടുത്തോർ മാത്രം. ആഗാനം സ്വർഗീയ രാഗങ്ങളാകയ വീണ്ടെടുത്തോർ മാത്രം. പാടിയാനന്ദിച്ചിടുമ്പോൾ ആരിലെ കഷ്ടങ്ങളാദിനമോർക്കുകില്ല. പാടിയാനന്ദിച്ചിടുമ്പോൾ പാരിലെ കഷ്ടങ്ങളാദിനമോർക്കുകില്ല. മഹിമയിൻ അധിപതി വരുമിഹത്തിൽ വിശുദ്ധരെ ചേർത്തിടും അണിയറയിൽ. മഹിമയിൻ അധിപതി വരുമിഹത്തിൽ വിശുദ്ധരെ ചേർത്തിടും അണിയറയിൽ. പുതുവന ഭൂനാടേ പ്രേമത്തിൻ പുതു യെരൂശലേം പുരിയേ. പുതുവന ഭൂനാടേ പ്രേമത്തിൻ പുതു യെരൂശലേം പുരിയേ. മോഹനമായുള്ള സ്വർണ്ണത്തെരുവീതിയിൽ മധ്യത്തിൽ ഒഴുകുന്നതാ. മോഹനമായുള്ള സ്വർണ്ണത്തെരുവീതിയിൽ മധ്യത്തിൽ ഒഴുകുന്നതാ. ജീവനദിക്കരയിലെ ജീവവൃക്ഷഫലം തിന്നു വാഴും ഞാൻ നിത്യായുഗം. ശുദ്ധ ജീവനദിക്കരയിലെ ജീവവൃക്ഷഫലം തിന്നു വാഴും ഞാൻ നിത്യായുഗം. മഹിമയിൻ അധിപതി വരുമിഹത്തിൽ വിശുദ്ധരെ ചേർത്തിടും അണിയറയിൽ. മഹിമയിൻ അധിപതി വരുമിഹത്തിൽ വിശുദ്ധരെ ചേർത്തിടും അണിയറയിൽ. അവരിനത്തിലങ്ങേറ്റത വീടകളകിലവും ആദിനം തീർന്നിടുമേ. അവരിനത്തിലങ്ങേറ്റത വീടകളകിലവും ആദിനം തീർന്നിടുമേ. ഫലമനുഭവിച്ചന്തമില്ലായുഗമാനന്ദമായി വാഴും. സ്വർഗപ്രതിഫലമനുഭവിച്ചന്തമില്ലായുഗമാനന്ദമായി വാഴും. മഹിമയിൻ അധിപതി വരുമിഹത്തിൽ വിശുദ്ധരെ ചേർത്തിടും അണിയറയിൽ. മഹിമയിൻ അധിപതി വരുമിഹത്തിൽ വിശുദ്ധരെ ചേർത്തിടും അണിയറയിൽ. കഷ്ടതകളില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത, ബുദ്ധിമുട്ടുകളില്ലാത്ത ഒരു രാജ്യത്തിലേക്ക് നമ്മുടെ യാത്ര അടുത്തുകൊണ്ടിരിക്കുന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ദൈവം നമ്മെ മാനിക്കട്ടെ. വീക്ഷിച്ച എല്ലാവർക്കും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പങ്കെടുത്തവർക്കും ഇത് കണ്ടവർക്കും എല്ലാം പ്രത്യേകമായി നന്ദി ഒരു പ്രാവശ്യം കൊണ്ട് അറിയിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന പരിശുദ്ധനായ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഈ സായം സന്ധിക്കായി സ്തോത്രം. കഴിഞ്ഞ 1 മണിക്കൂർ അധികമായി ദൈവം നൽകി തന്ന താലന്തിൽ ഉപയോഗിച്ച് പാട്ടിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം സഹായിച്ചല്ലോ. ഇതിൽ പങ്കെടുത്ത സഹോദരങ്ങളെ അനുഗ്രഹിക്കണമേ. സാങ്കേതികമായി ഞങ്ങളെ സഹായിച്ച ഈ വാത്സല്യ കുടുംബത്തിലെ പ്രിയമുള്ളവരെ ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ വീക്ഷിച്ച എല്ലാ പ്രിയമുള്ളവരെയും ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. മുക്കട ചർച്ചിനെ അനുഗ്രഹിക്കണമേ. മുക്കട ഫേസ്ബുക്ക് പേജിലുള്ള എല്ലാ അംഗങ്ങളെയും ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ ഞങ്ങളെ സഹായിച്ച എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എത്രത്തോളം ഞങ്ങളെ സഹായിച്ചല്ലോ സ്തോത്രം. എല്ലാ മാനവ മഹത്വം അങ്ങനെ എടുക്കണം. ഞങ്ങൾക്ക് ആ ജീവൻ തന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. താൽക്കാലികമായി നാം പിരിയുന്നു.